ഹലോ ഗൈസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ആയിട്ടാണ്. കാരണം പറയാൻ മാത്രം സംഭവബഹുലമായിട്ടുള്ളൊരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റെത്. ഒരുപാടുണ്ട് പറയാനായിട്ട്. അപ്പോൾ സമയം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, ഷോർട്സിന് മിനിമം ടൈം 3 minutes ആണ്. അപ്പോൾ 3 minutes പറയാൻ പറ്റുന്നത് ഞാൻ ഈ ഫസ്റ്റ് പാർട്ടിൽ എന്തായാലും പറയാം. അപ്പോൾ പ്രഗ്നൻസി ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷമായി. തുടക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് ജനുവരിയിലായിരുന്നു. ജാനുവരി 2021 ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴൊന്നും കുട്ടികളൊന്നും വേണ്ട, ഒരു 2 years ഗ്യാപ്പ് നമുക്ക് വേണം, 2 year കഴിഞ്ഞിട്ടേ നമ്മൾ കുട്ടികളെ പറ്റിയിട്ട് ആലോചിക്കുന്നുള്ളൂ എന്നായിരുന്നു അന്ന് തീരുമാനിച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനെ പ്രേമിച്ചടക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു തീരുമാനമായിരുന്നു 2 years കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്നുള്ളത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോവിഡ് വരുന്നത്. കോവിഡിലായിരുന്നു, ആ ടൈമിലായിരുന്നു എൻ്റെ കല്യാണം നടന്നിരുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചു, നാട്ടുകാർക്കൊരു ചോദ്യം ആവണ്ട, എന്തേ കുട്ടികളൊന്നും ആയില്ലേ എന്ന് ചോദിക്കാൻ ഒരു അവസരം കൊടുക്കണ്ട. പിന്നെ കോവിഡാണ്, പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പ്രഗ്നൻസി ആ ടൈമൊക്കെ കഴിഞ്ഞ്, എന്തായാലും അറിയാമല്ലോ, പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്കൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴേ ആ ഒരു പീരീഡ് അങ്ങോട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ജോലിക്ക് പോവാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ വന്നപ്പോൾ വി തോട്ട് ഓക്കെ ദെൻ ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് തീരുമാനിച്ചു. ഈ സമയത്തൊക്കെ നമുക്ക് വേറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം കോവിഡ് ആയതുകൊണ്ട് തന്നെ ബിസിനസ് വളരെ മോശമായി, നല്ല രീതിക്ക് കടം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് കല്യാണം നടന്നത്. ജാനുവരിയിലായിരുന്നു കല്യാണം. ഞാൻ പ്രഗ്നൻ്റ് ആയത് ഫെബ്രുവരിയിലാണ്. പെട്ടെന്നായിരുന്നു എല്ലാതും. അങ്ങനെ പ്രഗ്നൻ്റായി. ഫസ്റ്റ് മന്ത് പെർഫെക്റ്റ്, ഒരു പ്രശ്നമില്ലാണ്ട് ഫസ്റ്റ് മന്ത് പോയി. സെക്കൻഡ് മന്തും അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഫേസൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം കോവിഡിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഓക്കെ ആയിരുന്നു. ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു അനുഭവമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നല്ല രീതിക്ക് എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ 3rd മന്തും കഴിഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബേബി എല്ലാം ഹെൽത്തിയാണ്. 4th മന്ത് ആയപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ എൻ്റെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ബേബിയുടെ കിഡ്നിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു സ്കാനിങ് നടത്തണം എന്ന് പറഞ്ഞു. പുറത്തോട്ടൊരു സ്കാനിങ്ങിന് പറഞ്ഞയച്ചു. ഈ കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ എന്നെ മാത്രമാണ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്, വേറൊരാളെയും കയറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്താണ് ഇതെല്ലാം പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് അടുത്തതിൽ കേട്ടോ.